കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനായി CPIയിലെ പടിപ്പുര ലത്തീഫ് ചുമതലയേറ്റു. LDFിലെ ധാരണ പ്രകാരം നഗരസഭാ ചെയർമാനായിരുന്ന കോട്ടയിൽ രാജു രാജിവെച്ച ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. BJPയുടെ 4 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനായി CPIയിലെ പടിപ്പുര ലത്തീഫ് ചുമതലയേറ്റു. ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ലത്തീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും. LDFിലെ ധാരണ പ്രകാരം ചെയർമാനായിരുന്ന കോട്ടയിൽ രാജു രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് കൗൺസിലറായിട്ടിരിക്കുമ്പോഴും അല്ലാതുള്ളപ്പോഴും ഒക്കെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വാത്സല്യത്തോടുകൂടി എല്ലാവിധ പിന്തുണയും നൽകിയ അദ്ദേഹത്തിന് ഈ നഗരവികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 1 വർഷത്തേക്കാണ് CPIക്ക് നഗരസഭാ ചെയർമാൻ സ്ഥാനം ലഭിക്കുക. UDFിൽ നിന്നും 35ാം ഡിവിഷനിലെ അംഗമായ TP സലിംകുമാറാണ് പടിപ്പുര ലത്തീഫിനെതിരെ മത്സരിച്ചത്. പടിപ്പുര ലത്തീഫിന് 25 വോട്ടും TP സലിംകുമാറിന് 6 വോട്ടും ലഭിച്ചു. BJPയുടെ 4 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് സ്വീകരണ സമ്മേളനം നടത്തി. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഏറെ സഹായകരമായി നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പഞ്ചായത്ത് വകുപ്പും കേരളത്തിലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ത്രിതല രംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് നഗരസഭാ മുൻ ചെയർമാൻ കോട്ടയിൽ രാജു, PV സത്യദേവൻ, MS താര, സോമൻപിള്ള, രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വരണാധികാരിയായിരുന്ന കൊല്ലം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അബ്ദുൽ ഖലീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.